സംസ്ഥാന സർക്കാരിന്റെ പ്രധാനപ്പെട്ട ജനക്ഷേമ പദ്ധതികളിലൊന്നായിട്ടുള്ള കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പ് പദ്ധതി ജൂലൈ 1-ാം തീയതി ആരംഭിക്കുന്ന 100 ദിന കർമ്മ പദ്ധതികളിൽ ഉൾപ്പെടുത്താൻ തീരുമാനിച്ചതായിട്ട് പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഉദ്യോഗാർത്ഥികൾക്ക് വലിയൊരു സാമ്പത്തിക കൈത്താങ്ങായിട്ട് മാറുന്ന പ്രതിമാസം 1000 രൂപ വീതം ലഭിക്കുന്ന ഈ പദ്ധതി കൂടുതൽ ശക്തമോടെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് സർക്കാരിന്റെ തീരുമാനം. ഇതിന്റെ ഭാഗമായി നിലവിലുള്ള കുടിശ്ശികകളൊക്കെ തന്നെ ഉടൻ തന്നെ വിതരണം ചെയ്യുമെന്നും പുതിയ അപേക്ഷകൾ സ്വീകരിക്കുന്ന കാര്യത്തിൽ ഉടൻ തീരുമാനമുണ്ടാകുമെന്നുമാണ് സൂചന. 18 വയസ്സിനും 30 വയസ്സിനും ഇടയിൽ പ്രായമുള്ളവർക്കാണ് ഈ സ്കോളർഷിപ്പിന് അപേക്ഷിക്കാൻ അർഹതയുള്ളത്. ഉന്നത വിദ്യാഭ്യാസത്തിനായിട്ടുള്ള എൻട്രൻസ് കോച്ചിങ്ങിന് പോകുന്നവർക്ക് ഇതിൽ അപേക്ഷിക്കാനായിട്ട് സാധിക്കില്ല. അപേക്ഷകരുടെ കുടുംബവാർഷിക വരുമാനം 5 ലക്ഷം രൂപയിൽ താഴെയായിരിക്കണം. എന്നാൽ സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ താൽക്കാലികമായി നിർത്തിവെച്ചതായിട്ട് സർക്കാർ വ്യക്തമാക്കി. മുൻ സർക്കാർ തിരഞ്ഞെടുപ്പ് സമയത്ത് പ്രഖ്യാപിച്ച ഈ പുതിയ പദ്ധതിയിലേക്ക് 18 ലക്ഷത്തോളം ഗുണഭോക്താക്കളാണ് അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നത്. ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിലെ തുക മാത്രമാണ് വിതരണം ചെയ്യാനായിട്ട് അന്നത്തെ സർക്കാരിന് സാധിച്ചിരുന്നത്. നിലവിൽ പദ്ധതിയിൽ വൻതോതിൽ അനർഹരായിട്ടുള്ള വ്യക്തികളൊക്കെ തന്നെ കടന്നുകൂടിയിട്ടുണ്ടെന്ന നിരവധി പരാതികൾ ലഭിച്ച സാഹചര്യത്തിലാണ് കൃത്യമായ പരിശോധനകൾക്കായിട്ട് സർക്കാർ താൽക്കാലികമായിട്ട് നിർത്തിവെക്കുന്നത്. അതിനാൽ ഉടൻ തന്നെ ആനുകൂല്യങ്ങൾ ലഭ്യമാകില്ല എങ്കിലും അപേക്ഷകരുടെ നിലവിലത്തെ രജിസ്ട്രേഷൻ റദ്ദാക്കപ്പെടാതെ അതേപടി നിലനിൽക്കുന്നതാണ്. അനർഹരായിട്ടുള്ള വ്യക്തികളെ ഒക്കെ തന്നെ ഒഴിവാക്കി സർക്കാർ ഉചിതമായിട്ടുള്ള തീരുമാനം എടുക്കുന്നതും ഫണ്ട് അനുവദിക്കുകയും ആനുകൂല്യങ്ങൾ അത് പുനഃസ്ഥാപിക്കുകയും ചെയ്യുന്നതാണ്. പുതിയ പരിശോധനകൾക്കായിട്ടുള്ള സർക്കാർ നിർദ്ദേശം വരുന്നതുവരെ ആനുകൂല്യങ്ങൾ ലഭ്യമാകില്ല എന്ന കാര്യം എല്ലാ ഗുണഭോക്താക്കളും അതോടൊപ്പം തന്നെ പുതുതായി അപേക്ഷ സമർപ്പിച്ചവരും പ്രത്യേകം മനസ്സിലാക്കിയിരിക്കുക. ഇതുപോലുള്ള ഇൻഫർമേഷന് വേണ്ടിയിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഹൈപ്പും ചെയ്യാൻ മറക്കരുത്.